ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. അവർ അത് നിരസിക്കുന്നു. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ? ഞാനൊരു ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടേ. നന്ദു ചേട്ടനില്ലേ, നന്ദു പൊതുവാൾ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തുകാർ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. എന്ന് ഹൂയിസി എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചു കളഞ്ഞു. അല്ല, ഞാൻ ഒരു ആവേശത്തിന്റെ പുറത്ത് കൈ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളനെ, ഈസ് മെന്റലി അൺസ്റ്റേബിൾ. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? ില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് ഒരു രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദാവും. ആളുകൾക്ക് ഷേക്ക് ഹാൻഡ്, പുള്ളിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? പുള്ളി ചെല്ലുമ്പോ എല്ലാ നടിമാരും ഇതാണോ? എന്നിങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. നിത്യ മേനോൻ എന്ന് പറയുന്നൊരു നടിയെ നിരന്തരമായിട്ട്, എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ് അവനെ കൊന്നിട്ട്. ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർ ഫോൺ നമ്പർ മാറ്റി പോയാണ്. അവര് എത്രയോ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു പ്ലീസ്. താൻ പറയുന്നത് ഞാൻ പോകുന്നു. ബൈ ബൈ.